ശശി തരൂരിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രസ്താവന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ വലിയ വിവാദവുമാണ് നിലമ്പൂരുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും കോൺഗ്രസിനെ വെട്ടിലാക്കുമെന്ന് ചുരുക്കം. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ് വിവാദമുണ്ടാക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഈ ചില കോൺഗ്രസ് നേതാക്കന്മാരും ഇപ്പോൾ തരൂരിനെ വിളിച്ചിട്ടില്ലല്ലോ അങ്ങോട്ട് എന്നുള്ളതിന് മറുപടിയും കൊടുക്കാതെ ഇപ്പോൾ അങ്ങനെ നിശബ്ദത പാലിക്കുന്നതിൻ്റെ കാര്യവും അതാണ്. കാരണം നിലമ്പൂരിൽ പോളിംഗ് സമയത്ത് അത് തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളത് നന്നായിട്ട് അറിയാം. പക്ഷേ ഇവർ തരൂരിനെ കൊണ്ടുപോകണമായിരുന്നു. അവിടെ തരൂരിനെ വിളിച്ചിട്ടില്ല എന്നുള്ള ഒരു ആക്ഷേപം ഇപ്പോൾ പലയിടത്തു നിന്നുണ്ട്. തരൂരിൻ്റെ അസാന്നിധ്യം അവിടെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു മണ്ഡലത്തിൽ ഒരിടത്തെങ്കിലും കൊണ്ടുചെല്ലണമായിരുന്നു. അങ്ങനെ ചെന്നിരുന്നുവെങ്കിൽ സ്വരാജിനെതിരെ ആഞ്ഞടിക്കുമായിരുന്നു. ഏത് വിഷയത്തിലാണെന്നറിയാം? ഈ പഹൽഗാം വിഷയത്തിൽ തന്നെ സ്വരാജ് MA ബേബി എന്താ പറഞ്ഞത്? ഒരു രാജ്യത്ത് നിന്ന് ഭീകരരുടെ ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞ് ആ രാജ്യത്തെ തന്നെ ആ രാജ്യവുമായിട്ട് യുദ്ധത്തിന് ഏർപ്പെടുന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ പാകിസ്ഥാനോട് നമ്മൾ യുദ്ധം ചെയ്യുന്നത് ശരിയല്ല എന്ന് MA ബേബി പറഞ്ഞു. ആ ഒരൊറ്റ പ്രസ്താവന വെച്ചുകൊണ്ട് തന്നെ സ്വരാജിനെ നേരിടാമായിരുന്നു. ഈ സമാനമായ കാര്യം സ്വരാജും പറഞ്ഞിട്ടുണ്ട്. ഇതെന്തിനു വേണ്ടിയാണ് പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധത്തിന് പോകുന്നത്? യുദ്ധസമാനമായ സാഹചര്യം എന്തുകൊണ്ടുണ്ടോ? ഒരു യുദ്ധത്തിന് പോകേണ്ട എന്താവശ്യമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ 10-26 പേരെ ഇവിടെ നിരപരാധികളെ അവർ കൊന്നു വീഴ്ത്തിയതിന് കുഴപ്പമില്ല എന്നുള്ള മട്ടിലല്ലേ സ്വരാജ് പറഞ്ഞത്? അതവിടെ തിരിച്ചടി കൊടുക്കാമായിരുന്നു. തിരിച്ചടി കൊടുക്കുമ്പോൾ ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ നോക്കിയിരിക്കണം. അല്ലെങ്കിൽ CPMകാർ ഈ കോൺഗ്രസ്സുകാരെ എന്താക്കും? നിങ്ങൾ BJPയുമായിട്ട് ബന്ധമുണ്ട്, BJPയെ അനുകൂലിക്കുകയാണെന്ന് പറയും. ഇത് തന്നെയാണ് ഇവർക്ക് പറ്റിയിട്ടുള്ള അബദ്ധം. ഇതാണ് കോൺഗ്രസ്സുകാർക്ക്. ഈ കോവിഡ് കാലത്തൊക്കെ സമയത്ത് കേന്ദ്രത്തിൻ്റെ പല പദ്ധതികളും ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരുന്നു. കിറ്റും അതുപോലെയുള്ള സൗജന്യ ഭക്ഷ്യധാന്യ വിതരണത്തിലൊക്കെ ഇത് കോൺഗ്രസ്സുകാർക്കറിയാം കേന്ദ്ര പദ്ധതിയാണ് കിട്ടിയതിരിക്കുന്നതെന്ന്. അത് ഇവർക്ക് വിളിച്ചു പറയാൻ പറ്റുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ ഇവരെ BJPക്കാരാക്കും. ഇതാണ് കുഴപ്പം. ഇതിനെ എങ്ങനെ നേരിടണമെന്നുള്ള കാര്യം കോൺഗ്രസ്സിനകത്ത് ആർക്കും അറിയില്ല. ശശി തരൂർ വന്നിരുന്നുവെങ്കിൽ ഒരു 5000 വോട്ടെങ്കിലും ഭൂരിപക്ഷം അവിടെ മാറും. ഷൗക്കത്തിന് അനുകൂലമായിട്ട് മാറുമെന്നാണ് മണ്ഡലം. അപ്പോൾ ഇവർക്ക് പോലും എതിർക്കാൻ കഴിയാത്ത രീതിയിലാവും CPMന് പോലും. കാരണം കൂടെ പോയത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ കൂടെ പോയതിൽ ബ്രിട്ടാസുണ്ട്. ഇപ്പോൾ ഞാൻ ചോദിച്ചിട്ട്, മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിട്ടാണ് ET മുഹമ്മദ് ബഷീർ പോയത്. റിയാദിൽ സംസാരിച്ചത് മുഹമ്മദ് ബഷീറാണ്. ലീഗാണല്ലോ ഇപ്പോൾ നിലമ്പൂരിൽ പ്രസ്റ്റീജായിട്ട് കണ്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരാരെങ്കിലും ഇതിന് എന്തെങ്കിലും എതിർ പറഞ്ഞിട്ടുണ്ടോ? നരേന്ദ്രമോദിയുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലീഗ് അങ്ങനെ ഈ വായ് പോയ വെട്ടുകത്തി ഒന്നുമല്ല. അല്ല, CPM തന്നെ MA ബേബി എവിടെ നിന്നും വലിയ വിമർശനം ഉന്നയിക്കുമ്പോഴും ബ്രിട്ടാസ് അവിടെ പോയി ഇന്ത്യക്ക് അനുകൂലമായാണ് സംസാരിച്ചത്. അതൊക്കെ അങ്ങോട്ട് ശശി തരൂർ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പം ഇവരുടെ വിചാരം എന്താണ്? അവിടെ പോയാൽ ഉടനെ BJP അനുകൂലി. അതല്ല. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ രാജ്യസ്നേഹിയാണ്, ഞാൻ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവനാണ്, ഇന്ത്യ എൻ്റെ മഹാരാജ്യമാണ്. നമ്മൾ പ്രതിജ്ഞ ഉണ്ടല്ലോ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഉണ്ടല്ലോ, സ്കൂളുകളിലൊക്കെ വെച്ച് നമ്മൾ പ്രതിജ്ഞ എടുക്കല്ലോ, ഇന്ത്യ എൻ്റെ മഹാരാജ്യമാണ് അല്ലേ, ഓൾ ഇന്ത്യൻസ് ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ BJP ആണോ? സംഘപരിവാർ ആകുകയാണ്. ഭാരതാംബയുടെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഉടനെ കലിതുള്ളുന്നവരുടെ നാടാണിത്. ഉടനെ ഭാരതാംബയുടെ ചിത്രം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ വേദിയിലിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിറങ്ങുന്നത് പോലെയാണ്. ഇപ്പോൾ ആ സ്ഥാനത്ത് തരൂരായിരുന്നെങ്കിലോ? തരൂർ അവിടെ കയറി നിന്ന് തൻ്റെ ജോലി പ്രസംഗിക്കും, സമ്മാനദാനം നടത്തി ഇറങ്ങി വരുമായിരുന്നു. അപ്പോൾ ഇവിടെ തരൂരിനെ കൊണ്ടുപോകണമായിരുന്നു. തരൂർ ഇവിടുത്തെ ഈ കോൺഗ്രസിൻ്റെ തറ രാഷ്ട്രീയം ഇദ്ദേഹത്തിന് അറിയത്തില്ല. അറിയാം, അദ്ദേഹം കാണിക്കത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വലിയൊരു ഔന്നത്യത്തിൽ നിൽക്കുന്ന ആളല്ലേ. 2009 മുതലാണ് പൊളിറ്റിക്സിലോട്ട് വന്നത്. കോൺഗ്രസ്സുകാർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതല്ലേ. അങ്ങനെയുള്ള ഇദ്ദേഹത്തെ എന്തുകൊണ്ട് അവർ ചേർത്ത്
നിർത്തുകയാണ് വേണ്ടത്. ഇത്രയും ഔട്ട്പുട്ടുള്ള ഒരാളെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിന് മുന്നേറ്റം നടത്താം. അതെന്താണ്? ഉടനെ ഇവരുടെ ചിന്തയെല്ലാം പോകുന്നത് എന്താണെന്നറിയാം. അല്ല, ഇത്തരം ഈ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന പല പ്രസ്താവനകൾ ശശി തരൂരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ഒരു നടപടി എടുക്കുന്നില്ലല്ലോ? തൊടാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ജനപിന്തുണ അത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ തന്നെ 2009 മുതൽ തരൂർ ജയിച്ചു വരുന്നു ഇവിടെ തിരുവനന്തപുരത്ത്. നമുക്കറിയാം തിരുവനന്തപുരത്തെ ഒരു MP എന്നുള്ള രീതിയിലൊന്നും വലിയ നേട്ടമൊന്നും ഇല്ല. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും ജയിച്ചു പോകുന്നു? ഈ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള പ്രദേശങ്ങളിലെ വോട്ടുകളൊക്കെ കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന്. കാരണം ഒരു ഹൈ പ്രൊഫൈൽ ഉള്ള വ്യക്തിയാണ് അദ്ദേഹം. ഇത്തവണ അതിൽ കുറവ് വന്നു. നഗര കേന്ദ്രീകൃതമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന് തൊട്ട് താഴെയാണ് നിന്നത്. ഈ തീരദേശ മേഖലകളിലാണ് തരൂര് കയറിപ്പോയത്. ഇപ്പോൾ തരൂരിൻ്റെ ബയോഡേറ്റ നമ്മൾ എടുത്തു നോക്കിയാലുണ്ടല്ലോ, ഏറ്റവും അവസാനമായിരിക്കും വെക്കുന്നത് ഞാൻ തിരുവനന്തപുരത്തെ MP ആണെന്നുള്ള വിവരം. കാരണം തരൂരിന് അതിനേക്കാൾ വലുത് പറയാനും ഒക്കെ ഉണ്ട്. അതാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. അല്ല തിരുവനന്തപുരത്തെ MP ആണെന്നുള്ളതല്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ തരൂർ ആരാ? തിരുവനന്തപുരത്തെ MP, കോൺഗ്രസ്സുകാരൻ എന്നേ പറയത്തുള്ളൂ. പക്ഷെ അതല്ല, തരൂരിന് പുറത്തുള്ള മേൽവിലാസം വേറൊന്നാണ്. ആ മേൽവിലാസം എന്താണെന്ന് നരേന്ദ്രമോദിക്കറിയാം. അതുകൊണ്ടാണ് കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട് മോദിയെ തരൂരിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നില്ല. തരൂർ അങ്ങനെ BJP പോകുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അങ്ങനൊന്നും BJP ഇനി ഒരു പാർട്ടിയിലേക്ക് പോവുക എന്നുള്ളതല്ല തരൂർ ലക്ഷ്യം വയ്ക്കുന്നത്. തരൂരിൻ്റെ ലക്ഷ്യം വേറെയാണ്. വലിയ നയതന്ത്ര സ്ഥാനങ്ങളിൽ ഇരിക്കണം, അതിൽ പ്രാഗൽഭ്യം. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് എല്ലാവരും പറഞ്ഞു ഉടൻ തന്നെ BJPയിലേക്ക് പോകും, ഇവിടുത്തെ വിദേശകാര്യമന്ത്രിയാകുമെന്ന് പറഞ്ഞു. ഇനിയൊരു സഹമന്ത്രി സ്ഥാനമൊന്നും അല്ല അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ജയശങ്കറുണ്ട്, ജയശങ്കറിന് മുകളിലൊന്നും വരില്ല. പിന്നെ എന്തിനാണ് തരൂർ ഇങ്ങനെ ഒരു മന്ത്രി പദവിയോ ഒന്നും അല്ല ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടുത്തെ കേരള മുഖ്യമന്ത്രി അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ UN-ലേക്ക് പോലും പല പദവികളും നോട്ടമിട്ടിട്ട് നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഒരു പ്രായം ഒരു 70 അടുക്കലെത്തുന്നു. ഇപ്പോഴും നല്ല ഊർജ്ജസ്വലനായിട്ട് നടക്കുകയാണ്. അദ്ദേഹത്തിന് പിന്നെ വിദേശങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം സർവകലാശാലകളിൽ പ്രഭാഷണത്തിന് പോകുന്നുണ്ട്. നമ്മുടെ APJ അബ്ദുൽ കലാം ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഇറങ്ങിയിട്ടും ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെ ക്ലാസ് എടുക്കാൻ വിളിച്ചാൽ പോകും. അദ്ദേഹത്തിന് കുട്ടികളെയും ബ്ലാക്ക് ബോർഡും കണ്ടു കഴിഞ്ഞാൽ ഉടൻ അദ്ദേഹം ലാപ്ടോപ്പും തുറന്നു വെച്ച് ക്ലാസ് എടുക്കുന്ന ആളാണ് എന്ന് പറഞ്ഞതുപോലെയാണ്. ആൾക്കൂട്ടത്ത് ഒരു പ്രഭാഷണ കലയിൽ സമർത്ഥനാണ് തരൂര്. വിദേശ സർവകലാശാലകളിലൊക്കെ അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് രൂപയാണ് അതിനകത്തൂടെ തന്നെ കിട്ടുന്നത്. പൈസയ്ക്ക് വേണ്ടിയല്ല, പക്ഷേ അതെല്ലാം നിറഞ്ഞു കവിഞ്ഞ ഭാഷയുണ്ട്, പിന്നെ വലിയ ഒരു മേൽവിലാസമുണ്ട്. അങ്ങനെയുള്ള തരൂരിനെ കോൺഗ്രസ്സുകാർ ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചാൽ ഇനിയെങ്കിലും അവർക്ക് നല്ലതായിരിക്കും. 26-ൽ അധികാരത്തിൽ വരുന്നതിന് തരൂരിനെ ഉപയോഗിക്കുക. അത് വേണ്ട രീതിയിൽ തിരിച്ചറിയാൻ കോൺഗ്രസ് ഇനിയെങ്കിലും തയ്യാറായാൽ നന്നായിരിക്കും.